വേദിയിലിരിക്കുന്ന ഈ സൗഹൃദ സംഗമത്തിൻ്റെ ബഹുമാന്യായ ഉദ്ഘാടക പ്രൊഫസർ കെ എ തുളസി ശ്രീകണ്ഠൻ, ഈ പരിപാടിയിൽ വിഷയാവതരണം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സമിതി അംഗം സി വി ജമീല സാഹിബ, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ശ്രീമതി ഡോക്ടർ ബാലാമണി, ശ്രീമതി ദീപ ജയപ്രകാശ്, ശ്രീമതി ജിസ ജോമോൻ, ശ്രീമതി സൽമ ബഷീർ, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് നസീമ കെ ടി, പി റുക്സാന സാഹിബ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഫാസില ടി എ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സർവ്വലോകരക്ഷിതാവായ ദൈവം തമ്പുരാൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുണ്ട്. തിരക്ക് പിടിച്ചൊരു സമയത്തും കാലത്തും ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗം വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചതും ഇവിടെ ഇങ്ങനെ സമ്മേളിച്ചതിലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരം കൂടിച്ചേരലുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു കാലത്തു കൂടിയാണ് നമ്മളുള്ളത്. അയൽപക്ക ബന്ധങ്ങളില്ലാതാവുന്നു, നാടിൻ്റെ നന്മക്കും ക്ഷേമത്തിനും വേണ്ടി ഒരുമിക്കുന്ന അയൽക്കൂട്ടങ്ങളില്ലാതാവുന്നു, സമൂഹത്തിൽ വ്യത്യസ്ത ചിന്താഗതിയുള്ള വ്യത്യസ്ത ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് എന്തോ ചില തടസ്സങ്ങൾ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നിങ്ങളോടൊപ്പം നിങ്ങളെ അറിയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ പ്രവർത്തകർ ഇങ്ങനെ ഒരു സൗഹൃദ സംഗമത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ തുറന്ന മനസ്സോടുകൂടി ഹൃദയവിശാലതയോടുകൂടി ഇവിടെ ഒരുമിച്ചിരിക്കാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ തട്ടുകളായി തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ഒരേ മാതാപിതാക്കളിൽ നിന്നാണ് അവൻ്റെ ജനനമെന്നും അല്ലെങ്കിൽ ആദമിൽ നിന്നാണ് മനുഷ്യൻ്റെ പിറവിയെന്നും വിശ്വസിക്കുന്ന, ദൈവം മുഴുവൻ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിച്ച ഒരു ദർശനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജീവിക്കുന്നൊരു ലോകത്ത് ഏതെങ്കിലും ധാർമ്മിക രീതികളോ സംസ്കാരങ്ങളോ മനുഷ്യരെ പരസ്പരം ഇങ്ങനെയുള്ള എന്തെങ്കിലും വേർതിരിവുകൾ നടത്താനോ വേർതിരിവുകൾ കാണിക്കാനോ പഠിപ്പിക്കുന്ന ഒരു സംഭവമല്ല യഥാർത്ഥത്തിൽ ഉള്ളത്. മനുഷ്യരെ ഒന്നായി കാണുന്ന, മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും വലിയ പ്രസക്തിയുള്ള, മാനവിക മൂല്യങ്ങളെ പ്രോജ്വലിപ്പിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അത്തരം സംസ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് വ്യത്യസ്ത ദർശനങ്ങളിലും സംസ്കൃതികളൊക്കെ ഉള്ളത്. പക്ഷേ മനുഷ്യൻ അവൻ്റെ ചില താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരം വിടവുകളെയും വേർതിരിവുകളെയും സൃഷ്ടിച്ചുകൊണ്ട് അവന് നേടിയെടുക്കേണ്ട ചില ലാഭങ്ങളെ നേട്ടമിട്ടുകൊണ്ട് മനുഷ്യർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടകാലത്താണ് യഥാർത്ഥത്തിൽ നമ്മളുള്ളത്. പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയ പാരമ്പര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൻ്റെ പാരമ്പര്യ സംസ്കൃതിയിൽ തന്നെ മനുഷ്യർക്ക് ഒരു വിധത്തിലും വേർതിരിവുകൾ കാണിക്കാത്ത, ഉള്ളവനും ഇല്ലാത്തവനും, മതമുള്ളവനും മതമില്ലാത്തവനും, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവനും അല്ലെങ്കിൽ മതത്തിൽപ്പെട്ടവനെല്ലാം ഒരുപോലെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന
വലിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലത്ത് ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അവിടെ നിന്നൊക്കെ മാറി മനുഷ്യരെ പല വിധത്തിലും വേർതിരിക്കണമെന്നുള്ള വലിയ തന്ത്രങ്ങൾക്ക് നമ്മളും തലവെച്ചു കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വ്യത്യസ്ത കൂട്ടങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുമിക്കലുകൾ വ്യത്യസ്ത ആഘോഷങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കാറുണ്ട്. ഓണത്തോടനുബന്ധിച്ച്, ക്രിസ്തുമസിനോടനുബന്ധിച്ച്, പെരുന്നാളിനോടനുബന്ധിച്ച് ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ, പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, ആശയങ്ങൾ കൈമാറാൻ, അങ്ങനെ ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളിലും അവസരങ്ങളിലും മനുഷ്യർ ഒരുമിച്ചിരിക്കേണ്ടതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് അത്തരം ബോധപൂർവമായിട്ടുള്ള ഇരുത്തങ്ങളെ മുഴുവൻ മാനവിക മൂല്യങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യ നന്മയെയും ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഏറ്റെടുക്കണമെന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യപ്പെടാനുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെ, നമ്മൾ നാട്ടിൽ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത ആശയക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ അയൽപക്ക ബന്ധത്തെ ചേർത്ത് പിടിക്കുന്നിടത്ത് നമ്മുടെ നാടിൻ്റെ നന്മക്കും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മക്കും പരസ്പരം സ്നേഹവും സാഹോദര്യവും ചേർത്ത് പിടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ മികച്ച് കാണിക്കേണ്ടതും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതും എന്നാണുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ നമ്മളിന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഇതുപോലെയുള്ള ധാരാളം സദസ്സുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായ ധാരാളം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ നിങ്ങൾക്കെല്ലാവർക്കും വായിച്ചും കേട്ടുമൊക്കെ പരിചയമുള്ള ഈ ലോകത്ത് ദൈവീക മാർഗദർശനം ഏതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരിൽ അവസാനത്തെ കണ്ണിയായ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഭൂമിയിൽ മനുഷ്യർക്ക് വഴിതിരിച്ചു കൊടുക്കാൻ, വഴി കാണിച്ചു കൊടുക്കാൻ, മാർഗം ഏതാണ് ശരിയുടെ മാർഗമെന്നും ഏതാണ് തെറ്റിൻ്റെ മാർഗമെന്നും മനുഷ്യർക്ക് ഭൂമിയിൽ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കാനുള്ള വഴി ഏതാണെന്നും കാണിച്ചു കൊടുക്കാൻ ദൈവം നിയുക്തനാക്കിയൊരു പ്രവാചകനാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നത്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നിടത്ത് ലോകർക്കാകമാനം കാരുണ്യമായിട്ടാണ് പ്രവാചകനെ അയക്കപ്പെട്ടത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായിട്ട് അയക്കപ്പെട്ട പ്രവാചകന്മാർ, അതായത് ഭൂമിയിൽ മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണെന്നും ആ ദൈവം ഭൂമിയിലുള്ള മനുഷ്യർക്ക് വഴി നിശ്ചയിച്ചു കൊടുക്കാതെ വെറുതെ സൃഷ്ടിച്ചു വിട്ടതല്ല എന്നും ആ മനുഷ്യർക്ക് ശരിയുടെ വഴി ഏതാണ്, തെറ്റിൻ്റെ വഴി ഏതാണ്, നന്മയുടെ വഴി ഏതാണ്, തിന്മയുടെ വഴി ഏതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും ആ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിക്കുക എന്നുള്ളത് എന്നാണ് ഇസ്ലാമിലെ ഒരു പ്രവാചക നിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടതിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനായ പ്രവാചകൻ മുഹമ്മദിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു മാസത്തിൽ മാത്രം ഓർമ്മിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമോ ഇങ്ങനെ ചെറു പ്രത്യേക ദിവസത്തിൽ കൊണ്ടാടപ്പെടേണ്ടതോ ആഘോഷിക്കപ്പെടേണ്ടതോ ആയ ഒരു വ്യക്തിത്വമോ അല്ല മുഹമ്മദ് എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായി കൊണ്ട് അയക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദിനെ ഭൂമിയിൽ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനം കാണിക്കാനുള്ള മാതൃകാ ജീവിതം കാണിച്ചു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്നുള്ളതാണ് ഇസ്ലാമികമായിട്ടുള്ള നമ്മുടെ ഒരു പ്രവാചകനെക്കുറിച്ചുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം ചില കളിതമാശങ്ങൾക്ക് വേണ്ടി അല്ല എന്നും ഭൂമിയിലുള്ള മനുഷ്യരുടെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നും ഭൂമിയിലുള്ള മനുഷ്യരുടെ ജീവിതം എന്തിനു വേണ്ടി മനുഷ്യർ ഇവിടെ ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ
ഇങ്ങനെയുള്ള പ്രവാചകന്മാരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ 1,24,000-ഓളം പ്രവാചകന്മാർ ഭൂമിയിൽ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പല പ്രവാചകന്മാരും പല രാജ്യത്ത്, പല നാട്ടിൽ, പല പ്രദേശങ്ങളിൽ, പല സമുദായങ്ങളിൽ ഇതുപോലെ ദൈവീക നിയമങ്ങളുമായി, ദൈവത്തിൻ്റെ സന്ദേശവുമായി മനുഷ്യർക്കിടയിൽ നേരിൻ്റെ വഴി കാണിച്ചു കൊടുക്കാനുള്ള വെളിച്ചമായിട്ട് പ്രവാചകന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നു. നമുക്കറിയാം, ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ അസമാധാനങ്ങളും അസ്വാതന്ത്ര്യങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തെ ഞെരുക്കങ്ങളിലേക്കും കുടുസിലേക്കുമാണ് കൊണ്ടുപോവുക. നമ്മുടെ ജീവിതത്തിൻ്റെ തുറസ്സിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും സന്തോഷത്തിലേക്കും മനുഷ്യരെ കൈപിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുമാണ് മനുഷ്യരുടെ ജീവിതത്തെ ലളിതവും സുന്ദരവും സൗന്ദര്യവുമുള്ളത് ആക്കി മാറ്റിയത് എന്നുള്ളതും നമുക്ക് പ്രവാചകന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വെളിച്ചം പകരാൻ വേണ്ടി, മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലത്ത് മനുഷ്യൻ ഭൂമിയിൽ നിർവഹിക്കുന്ന ഈ ജീവിതത്തിൽ മനുഷ്യൻ വഴിയറിയാതെ ദിശയറിയാതെ ഉഴലാൻ പാടില്ല. അതുകൊണ്ട് ഇന്നതാണ് വഴി എന്ന് മനുഷ്യർക്ക് നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യനെ സൽപന്താവിലൂടെ നയിക്കാൻ വേണ്ടി ആണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ പ്രവാചകന്മാരുടെ ഉള്ള വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഈ ലോകത്ത് ഏറ്റവും സമാധാനത്തിൽ ജീവിച്ച് നാളെ മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ്റെ അടുക്കൽ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗം നരകം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിൽ സ്വർഗത്തിലെത്തണം, ഇവിടെ നന്മ ചെയ്ത് അവിടെ സ്വർഗം ലഭിക്കണം എന്നൊരു കാഴ്ചപ്പാടാണ്, പരലോകത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പ്രവാചകന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകന്മാർ ഭൂമിയിൽ നിർവഹിച്ച വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം ഇവിടെയുള്ള തിന്മകളെ ഇല്ലാതാക്കി നന്മയെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മളുള്ളത്. ധാരാളം, ഒരു പ്രവാചകനല്ല, ഒരുപാട് പ്രവാചകന്മാരെ ആവശ്യമുണ്ട് എന്ന് കാലം വിളിച്ചോതുന്ന ഈ കാലത്ത് പ്രവാചകന്മാർ ഭൂമിയിൽ പഠിപ്പിച്ചു തന്ന മുഴുവൻ പാഠങ്ങളെയും വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ തന്നെ മനുഷ്യന്മാർ പിൻപറ്റണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മളുള്ളത്. സമൂഹത്തിൽ തിന്മകൾ പെരുകുന്ന, നന്മകളും മൂല്യങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സദാചാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇവിടെ നന്മയും മൂല്യങ്ങളും ഉണ്ടാകണമെന്നും ആ നന്മയും മൂല്യങ്ങളുമാണ് മനുഷ്യരുടെ വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ ജീവിതവും നന്നാക്കിയെടുക്കുകയുള്ളൂ എന്ന വലിയ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഇരുത്തം നമുക്ക് പരസ്പരം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആശയങ്ങൾ കൈമാറാൻ, നമ്മൾ മനുഷ്യരെക്കുറിച്ച് പറയാറുണ്ടല്ലോ, അവൻ അറിയാത്തതിൻ്റെ ശത്രു എന്നാണ് പറയുക. മനുഷ്യൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്. നമുക്ക് ഒരു വിഭാഗം ആളുകളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സമൂഹത്തെക്കുറിച്ച്, ഒരു മതത്തെക്കുറിച്ച്, ഒരു ദർശനത്തെക്കുറിച്ച് നമുക്കറിവില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ ശത്രുക്കളായി മാറുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാറ്റിനെയും അറിഞ്ഞ് എല്ലാറ്റിനെയും മനസ്സിലാക്കി പരസ്പരം ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാക്കിയെടുത്ത് പരസ്പരം മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് ഒരു മാനവിക സാമൂഹ്യ ജീവിതം ഇവിടെ പടുത്തുയർത്തുമ്പോഴാണ് മനുഷ്യർക്ക് പരസ്പരം വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത കാണിക്കേണ്ടതില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു ലോകം ഇവിടെ പടുത്തുയർത്താൻ സാധിക്കുകയുള്ളൂ. അത്തരം ചില ചർച്ചകളും വർത്തമാനങ്ങളും ആശയ കൈമാറ്റങ്ങളുമായിട്ട് നമ്മുടെ ഈ സംഗമം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളൊക്കെ വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ദൈവത്തിൻ്റെ കാരുണ്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.